വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഡോക്ടർ അനീഷ ഡോക്ടർ പറഞ്ഞതുപോലെ ഇസ്രേലിയൻ ഡോക്ടേഴ്സ് അസിസ്റ്റ് ചെയ്തതിൽ. കാരണം നമ്മുടെ സമൂഹത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് പല രോഗങ്ങൾ, യഥാർത്ഥത്തിൽ മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും ഒക്കെ തന്നെയാണെന്നുള്ള പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ആയുർവേദത്തിലാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടതുപോലെ സർവമായ എന്ന് പറയുന്ന പോലെ ബാക്കിയൊക്കെ മായയാണ്, ആയുർവേദം മാത്രമാണ് സത്യം എന്നുള്ളതാണ് നമുക്ക് ക്രോണിക്കായിട്ടുള്ള രോഗത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രയധികം സേവനം നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വനിതാ ഡോക്ടർമാരെയാണെങ്കിൽ ആദരിക്കാനായിട്ടാണ് നമ്മൾ വനിതാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ വനിതകൾക്കൊരു ഡേ എന്ന് പറയുന്നത് മാർച്ച് 8 അതല്ല, എല്ലാ ദിവസങ്ങളിലും വനിതകളുടെ ദിനം തന്നെയാണ്. കാരണം ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് വനിതകളെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതുപോലെ എവിടെയാണ് ഏത് മേഖലയിലാണ് വനിതകൾ ഇല്ലാത്തത്? എല്ലാ മേഖലകളിലും വനിതകൾ, ഇപ്പം രാഷ്ട്രീയമായാലും സ്പോർട്സ് ആയാലും ഏത് രംഗങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാലും വനിതകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പം എന്താന്ന് വെച്ചാൽ കുറച്ച് ക്ഷമയോടുകൂടിയും കുറച്ച് കാര്യങ്ങളോടുകൂടിയും ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? അപ്പം ഒരു പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരിത്തിരി കെയർലെസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു കാര്യത്തെ അത്രത്തോടെ ഇതായിട്ട് കണ്ട് നിൽക്കില്ല എന്നുള്ളതായിരിക്കാം. വനിതകൾ ക്ഷമയോടുകൂടെ ഇരുന്നത് ഓരോ കാര്യങ്ങളും ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കും ഇത്രയധികം നമ്മൾക്ക് മുമ്പോട്ടേക്ക് വരാനായിട്ട് സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സന്തോഷം എല്ലാവരും വന്നതിൽ. ഇന്ന് വനിതാ ദിനത്തെ കുറിച്ചൊന്നും ഞാൻ ഒരുപാട് പറയേണ്ട കാര്യങ്ങളല്ല, നിങ്ങൾക്കറിയാം. എന്താണ് വനിതാ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വനിതകളെ എംപവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വനിതകളെല്ലാം എംപവേർഡ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ എംപവർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വനിതാ ഡോക്ടർമാരുടെ ഒരു പ്രസക്തി, അവരുടെ സമൂഹത്തിലുള്ള റോള്, ചികിത്സാ മേഖലയിൽ അവരുടെ സംഭാവനകൾ, ഇതെല്ലാം നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവന്ന് വനിതകളെന്നോ ഒരു പുരുഷ ഡോക്ടറെന്നോ ഉള്ള ആ ഒരു വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ എല്ലാവരും സമൂഹത്തിന്റെ ഭാഗങ്ങളായിട്ട് വരുന്ന ഒരു ലെവലിലോട്ട് നമ്മുടെ പോകണം, ഈ സംഘടനാ പ്രവർത്തനങ്ങൾ പോകണം. ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഞാൻ പലപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ കേരളത്തില് വനിതാ ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് ഞാൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ്. പരീക്ഷണാർത്ഥം 2010 എപ്പോഴും എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു, വനിതകളുടെ ഒരു കൂട്ടായ്മ വേണമല്ലോ. അങ്ങനെയെല്ലാം ഇറങ്ങി വരുന്നതിലൊരു 70% വനിതാ ഡോക്ടർമാരാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ ജലദർശിനി വെച്ചിട്ട്, കൊല്ലത്ത് ജലദർശിനി കൊണ്ടുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഒരു അഡ്വോക്ക് കമ്മിറ്റി ഒക്കെ ഇട്ടു. അന്ന് എനിക്ക് തോന്നുന്നു അന്നൊരു വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. 10-75 പേരുണ്ടായിരുന്നു ഒരു അഡ്വോക്ക് കമ്മിറ്റി. മിനി ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. ചെയർപേഴ്സൺ മിനിയന്മാരായിരുന്നു. അത് മിനിയന്മാരിനോട് ഇത് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ സാറേ എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. നമുക്ക് പൊതുവെ അങ്ങനെ ആണെന്നല്ലോ, നമ്മൾ നേരത്തെ പോലെ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ വിട്ടോ എനിക്ക് പോകും. പക്ഷെ അങ്ങനെ ഒരുപാട് പറഞ്ഞ് സംസാരിച്ച് അവർക്ക് ഒരു ബോധവൽക്കരണമൊക്കെ കൊടുത്ത് ഏതായാലും അവരെ ചുമതലയേറ്റു. ഭംഗിയായിട്ട് അവരുടെ ചുമതല നിർവഹിച്ചു. അത് കഴിഞ്ഞിട്ട് സൂസൻ വന്നു. സൂസനോട് ഞാനിത് പറയുമ്പോൾ എനിക്കറിയപ്പെട്ടു ഓർമ്മയുണ്ട്, സാറേ എനിക്കിതൊന്നും പറ്റത്തില്ല, ചുമതല ഏക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമല്ലോ. അവരുടെ ആ ഒരു എഫേർട്ട് എത്രയുണ്ട്
ഉള്ളത്. ഇപ്പം മോഹൻ ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങൾ വന്നതല്ല, നിങ്ങളെ ഇവിടെ വരുത്തിയതല്ലേ. ആ വരുത്താൻ അവരെടുത്ത ഒരു എഫേർട്ട് ഇപ്പം 2 ആഴ്ചയേ ഉള്ളൂ അവർ രണ്ടുപേരും ആ ഒരു സ്ഥാനത്തോട് എത്തിയത്. അപ്പം ഇവരെ കണ്ട് നിങ്ങളും ഇതേപോലെ വളർന്നു വരണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ നമ്മുടെ AMI വനിതാ കമ്മിറ്റിയെ പറ്റി ഡോക്ടർ കുറേ പറഞ്ഞു. അപ്പം ഞാനും ഇന്ദുലക്ഷ്മി ഡോക്ടറും കയറിയതിന് ശേഷം നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ എല്ലാ ഏരിയ കമ്മിറ്റിയിലെ വനിതാ കമ്മിറ്റി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ വർഷവും നമ്മൾ അതേപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ഇവിടെ കൊട്ടാരക്കര ഏരിയയിലുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു പ്രവർത്തനം ആയിരിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ടോപ്പിക്ക് മെൻ്റൽ പീസ് ഫോർ വിമൺ ഇൻ എ ബിസി ലൈഫ്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയാം. ഇപ്പം എനിക്ക് 3 കുട്ടികളുണ്ട്, ക്ലിനിക്കുണ്ട്, അങ്ങനെ ഞാൻ ഫുള്ളി ബിസി ആയിട്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും എനിക്കൊരു മെൻ്റൽ പീസ് കിട്ടാനായിട്ട് ഞാൻ കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ AMA മീറ്റിങ്ങുകൾ. ഞാൻ ഒരുവിധം എല്ലാ മീറ്റിങ്ങുകൾക്കും പോവാറുണ്ട്. കാരണം പിള്ളേരെ വീട്ടിലിട്ടിട്ട് കുറച്ച് നേരം നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഇതാണ്. അപ്പം ഇതേപോലുള്ള മീറ്റിങ്ങുകൾ നിങ്ങളുടെയും മെൻ്റൽ പീസിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ ഉപയോഗിക്കുക എന്നത് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ പുതിയ കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ ഒരു വനിതാ ദിനത്തിന് വനിതാ ഡോക്ടേഴ്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വച്ചത് തന്നെ വളരെ വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഈ സംരംഭത്തിന് വനിതാ കമ്മിറ്റിയുടെ സ്റ്റേറ്റിൻ്റെ AMAയുടെ സംസ്ഥാന വനിതാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും എൻ്റെ പേഴ്സണൽ ഭാഗത്തു നിന്നുമുള്ള എല്ലാ ആശംസകളും അറിയിക്കും. ഈ വർഷമായപ്പോഴത്തേക്ക് നമ്മൾ പറയാതെ തന്നെ ഏരിയകൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നമ്മുടെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ശക്തരായിട്ടുള്ള ഓരോ ഏരിയയിൽ നിന്ന് ഒരു 10 പേരെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് വരണമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വളരെ അഭിമാനത്തോടുകൂടി പറയാണ്, നോ ഡൗട്ട് അങ്ങനെ കുറച്ച് പേരെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് പേരെങ്കിലും ഏബിളായിട്ട് വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വർഷത്തെ വനിതാ ദിനത്തിൽ നമുക്കറിയാം ഗീവ് ടു ഗെയിൻ എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ മോട്ടോ. എന്താണ് നമ്മൾ സ്ത്രീകളിലേക്ക് കൂടുതൽ കൊടുക്കുക, അവരിൽ നിന്ന് കൂടുതൽ നമ്മൾ തിരിച്ച് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. 30 വർഷം കൊണ്ടുള്ള ഒരു JC സംഘടനയുണ്ട്. ബേസിക്കലി ഈ സംഘടന ഫോക്കസ് ചെയ്യുന്നത് ട്രെയിനിങ്ങിലാണ്. യുവാക്കളെയൊക്കെ ഒരു നല്ല ട്രെയിനിങ്ങിലൂടെയൊക്കെ നല്ല ഒരു ജനതയെ വാർത്തെടുക്കുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് റെജി നിസ, സെക്രട്ടറിയാണ് അജി രാജു, ഇവർ 2 പേരുണ്ട്. വേറൊരു പ്രൗഢ കാര്യം കൂടെ പറയട്ടെ, ഈ ഒരു ഡോക്ടർ ഞങ്ങളുടെ മെമ്പറാണ് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കാര്യം ഇദ്ദേഹം നമ്മുടെ ഈ ഒരു സംഘടനയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരോഗ്യ സംഗമം എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നല്ല സപ്പോർട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ വർഷവും തികച്ചും ആ സപ്പോർട്ടുണ്ട്, തിരിച്ചും ആ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഒരു ക്ലാസ്സിലേക്ക്. ഇപ്പൊ ക്ലാസ് നമുക്ക് ഒരുപാട് ബുക്ക് കിട്ടില്ലേ? പഠിക്കാൻ വന്നതാണോ സത്യത്തിൽ? സത്യത്തിൽ എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പൊതുവെ ആരെയും പഠിപ്പിക്കാറില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 10 ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്യണമോ? ഒരു ക്വസ്റ്റ്യൻസ്